നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സത്യത്തിൽ ജയിലിൽ പോയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉണ്ടാക്കിയ ഗർഭത്തിന് മറ്റൊരുത്തൻ അകത്തു പോകുന്നത് എന്ന സമൂഹ മാധ്യമങ്ങൾ ചില പച്ചയായ കമന്റുകളും കാണുന്നുണ്ട്. സമൂഹ മാധ്യമമാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതായത് ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകൾ വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ പൂജപ്പുര ജയിലിൽ കഴിയുന്നെങ്കിലും രാഹുലിന്റെ സമൂഹ മാധ്യമം വലിയ രീതിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഐ എം സോ ഹാപ്പി ടു ഫൈറ്റ് ഫോർ മെൻസ് റൈറ്റ് ആൻഡ് മെൻസ് എന്നാണ് പറയുന്നത്. ആണുങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഞാൻ സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നത്. അതിന് താഴെ നിരവധി ഹാഷ്ടാഗ് രാഹുൽ ഈശ്വർ, ഹാഷ്ടാഗ് മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ കുറച്ച് കമ്മികൾക്കും മാപ്പകൾക്കും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ സത്യത്തിന്റെ നാവിനെ തുറങ്കലിൽ അടച്ചു എന്ന് വിചാരിച്ച കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ ഇത് ഒരു പോരാട്ടമായി മാത്രമേ കാണുകയുള്ളൂ. കള്ളക്കേസ് ഉണ്ടാക്കി ഒരാളെ കുടുക്കാൻ കാണിച്ച ഈ ആവേശം സ്വർണം കട്ടവർക്ക് എതിരെ നടപടിയെടുക്കാത്ത പിണറായി ഗവൺമെന്റ് പരാജയമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷന് അതിന്റെ ചൂട് ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ഒരാളിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത്. ആണായി പിറന്നവർക്ക് അത് മനസ്സിലാകും. ചാനലുകളിൽ ഉണ്ടാകുന്ന ചർച്ചകളാണ് സമൂഹത്തിനും ജനങ്ങൾക്കും ദോഷമാകുന്നത് എന്ന് ഭൂരിഭാഗം ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുന്നതിനും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുന്നതിനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതും അവരാണ്. ഓരോരുത്തരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂവിൽ ഇരുത്തി ചോദ്യങ്ങൾക്ക് പുറമെ മറുചോദ്യങ്ങൾ ചോദിച്ച് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇവിടുത്തെ ചാനലുകൾ തന്നെയാണ്. അത് ന്യൂസ് കാണുന്നവർക്ക് മനസ്സിലാകും. വേഴ്സ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടർ ചാനലാണ് ഇതിന് എല്ലാത്തിനും മുന്നിൽ. അതിജീവിത കേസ് എന്ന പേരിൽ ഈ ഒരു കേസിന് കൊടുക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതയ്ക്ക് നമ്മൾ എന്തു പേരാണ് പറഞ്ഞു വിളിക്കേണ്ടത്? വളരെ ശോചനീയമായ അവസ്ഥയിൽ കൂടെയാണ് ഇന്ന് പുരുഷ സമൂഹം കടന്നു പോകുന്നത്. ഒരു പുരുഷ ബില്ല് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ഇലക്ഷന് മുൻനിർത്തി ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരും അമ്പേ പരാജയമാണ്. കേരള ജനത ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇനി വേണ്ട എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിന്റെ തുടക്കമായിക്കോട്ടെ എന്നും പറയുന്ന നിരവധി ആളുകളുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വര ഇപ്പോഴും കട്ടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇതിന് പിന്നെ ദീപ രാഹുൽ ഈശ്വർ ആകാനാണ് സാധ്യത എന്നാണ് പലരും പറയുന്നത്. ഹാപ്പി ടു ഫൈറ്റ് ഫോർ മെൻ ആൻഡ് മെൻസ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകൾ 18 മണിക്കൂറും 13 മണിക്കൂറും 15 മണിക്കൂറും 12 മണിക്കൂർ മുമ്പും ഒക്കെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഒപ്പം രാഹുൽ തന്റെ ശരീരഭാഷയായിക്കോട്ടെ ഒരു പോരാട്ടത്തിന്റെ ഒരു വീര്യത്തിന്റെ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതായത് പലരും അതിനെ നാടകം എന്ന് വിളിച്ച് പുച്ഛിക്കുന്നുണ്ട്. ആദ്യം തന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാനാണ് വരുന്നത്, ചുമ്മാ പേടിപ്പിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രാഹുൽ തന്നെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ലാപ്ടോപ്പ്. പിന്നീട് പോലീസ് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല, ഇൻഫോ പാർക്കിലാണ്, എന്റെ ഓഫീസായ ഇൻഫോ പാർക്കിലാണ് ഇരിക്കുന്നത്, ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഇൻഫോ പാർക്ക് തുറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴും കൈയൊക്കെ കാണിക്കുന്നുണ്ട്, കൈ വീശുന്നുണ്ട്, വിക്ടറിയൊക്കെ വിൽക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വരുമ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വർ ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും അലമുറയിട്ട് വിളിക്കുകയാണ്, എന്നെ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അലമുറയിട്ട് വിളിക്കുന്നു. പിന്നെ കോടതിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്, പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു കൊണ്ട് പോകുന്നു. ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതിനടിയിലിട്ട ഒരു ടീഷർട്ട്, അത് മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ട് ഒക്കെ തന്നെ രാഹുൽ ഈശ്വർ അടിയിൽ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുലിന്റെ ഈ ഏറ്റവും അത്യന്താപേക്ഷമായ ആവശ്യം എന്ന് പറയുന്നത് മെൻസ് കമ്മീഷൻ, കേരളത്തിലൊരു മെൻസ് കമ്മീഷൻ കൂടി വരണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾക്കെതിരെ ആണുങ്ങൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ, ആണുങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം ദുരിതങ്ങളും ചോദിക്കേണ്ടതുണ്ട്. അത് ചോദിക്കുക തന്നെ വേണം, ചില കാര്യങ്ങൾ ചോദിച്ചു പോവുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ വേണമെന്ന രാഹുൽ ഈശ്വർ വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഈശ്വറിന്റെ ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നിരവധി ആളുകൾ രാഹുൽ ഈശ്വറിനെ പിന്തുണച്ചെത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ കാണുമ്പോഴും മനസ്സിലാകുന്നത്.